E.P. ജയരാജന്റെ ഉപവാസം കണ്ണൂരിൽ ആരംഭിച്ചു. കണ്ണൂർ വിമാനത്താവള നിർമ്മാണത്തിലെ അട്ടിമറിയിൽ പ്രതിഷേധിച്ചാണ് ഉപവാസം നടത്തുന്നത്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുകയാണ്. ഞങ്ങൾ ക്ഷണിച്ചതല്ലേ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അധ്യക്ഷനാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരാതിരുന്നില്ല. മുഖ്യമന്ത്രി അധ്യക്ഷനും പ്രഫുൽ പട്ടേലുമാണ് ഉദ്ഘാടനം. മുഖ്യ അതിഥി എന്നുള്ള നിലയിൽ ക്ഷണിച്ചിട്ടും എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന് വിട്ടുനിന്നു? ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ഇങ്ങോട്ട് വരണ്ട. അന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും വരണം. കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ സമ്മതിക്കുന്നില്ല. ശരി, എന്നാ വരണ്ട. ഇതല്ലേ അന്ന് സംഭവിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു കേട്ടു കണ്ണൂരിൽ വന്നിട്ട് അതൊക്കെ നടക്കും. എന്ത് നടക്കാൻ? മുഖ്യമന്ത്രി ഒരു ദിവസം വിമാനത്തിൽ വന്നിറങ്ങിയാൽ മതിയോ? ഈ വിമാനത്താവളം ആരംഭിക്കുമ്പോൾ അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്യണം. ഏതെല്ലാം രാജ്യത്തേക്ക് വിമാനം പറക്കും ഇപ്പോൾ തന്നെ പറയണ്ടേ? ഈ വിദേശ രാജ്യങ്ങളിലേക്ക് സഞ്ചാരികൾ 6 മാസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്യില്ലേ? ഇപ്പോഴാണെങ്കിലും 6 മാസം കിട്ടുമോ? അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു വിമാനം വന്നിറങ്ങുക, പോവുക. ഇതാണ് ഈ വിമാനത്താവളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്നതിനുള്ള ഒരു ദുഷ്ടശക്തികൾ ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഇത് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 2400 മീറ്റർ ഉദ്ഘാടനം ചെയ്താൽ പിന്നെ എന്ത് സംഭവിക്കും? പിന്നെ ഇതാരും തിരിഞ്ഞു നോക്കില്ല. പിന്നെ അടുത്ത ഇലക്ഷൻ കഴിയുന്നത് വരെ ആരും തിരിഞ്ഞു നോക്കില്ല. അങ്ങനെയല്ലേ സംഭവിക്കുക? പിന്നെ വിമാന പറക്കൽ നിൽക്കും. അപ്പം ഇതിൻ്റെ വികസനം മുരടിക്കും. ഈ സന്ദർഭം നോക്കി ഇപ്പോൾ കോഴിക്കോടിൻ്റെ സ്ഥിതി നിങ്ങൾ നോക്കൂ. കോഴിക്കോട് വിമാനത്താവളം പൂട്ടാൻ പോവുകയാണ്. എന്താ കാരണം? സ്ഥലമില്ല. ആകെ 300 ഏക്കർ സ്ഥലത്താണ് വിമാനത്താവളം തുടങ്ങിയിരിക്കുന്നത്. ആ വിമാനത്താവളം നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥലമില്ലാത്തതുകൊണ്ട്. അതൊരു ടേബിൾ ടോപ്പ് വിമാനത്താവളമാണ്. എപ്പോഴാണ് അപകടം സംഭവിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇടപെട്ട് ഇപ്പോൾ ആ വിമാനത്താവളത്തിൽ ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്നും മറ്റുന്ന എല്ലാ സർവീസുകളും നിർത്തിവെച്ചില്ലേ? ആ വിമാനത്താവളത്തിൻ്റെ വികസനം മുരടിച്ചു. മംഗലാപുരം വിമാനത്താവളം, അതും അപകടമുണ്ടാകുന്നൊരു വിമാനത്താവളമായില്ലേ? അങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയൊരു വിമാനത്താവളമാണ് മട്ടന്നൂരിൽ വേണ്ടത്. അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലാഭകരമായ ഒരു വിമാന കമ്പനിയായി ഈ കിയാലിനെ നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായിട്ടുള്ള ആസൂത്രണം ഈ കാര്യത്തിലുണ്ടായിരുന്നു. ഇതിനൊരു പ്രധാനപ്പെട്ട ഒരാളെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിപ്പോൾ ഒരു വിമാനം ഇറങ്ങൽ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അദ്ദേഹം തന്നെ പറഞ്ഞു, വിമാനം ഇറങ്ങണമെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യണ്ടേ? അന്താരാഷ്ട്ര വിമാനത്താവളം സഞ്ചാരികൾ എന്താ ഇപ്പം നാളെയാണോ തീരുമാനിക്കുന്നത്? E.P. ജയരാജന്റെ ഉപവാസം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ.